സൗദി അറേബ്യയിലെ റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിൻ്റെ മോചന ഉത്തരവ് ഇന്ന് ഉണ്ടാകുമെന്നാണ് സൂചന. വളരെയേറെ പ്രതീക്ഷയോടെയാണ് റഹീമിൻ്റെ കുടുംബം കാത്തിരിക്കുന്നത്. നിയമസഹായ സമിതിക്കും പ്രതീക്ഷയുണ്ട്. പ്രോസിക്യൂഷൻ കോടതി ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും അവർ സമർപ്പിച്ചു കഴിഞ്ഞു. ശുഭവാർത്തയ്ക്കായി കാത്തിരിക്കുന്നുവെന്ന് അഭിഭാഷകനായ അഷറഫ് 24 പറഞ്ഞു. ഇന്ന് റഹീമിൻ്റെ മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നിയമസഹായ സമിതിയുടെ പ്രതീക്ഷ. അതുപോലെ തന്നെ ലോക മലയാളി സമൂഹവും ആ പ്രതീക്ഷയിലാണ്. എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടുണ്ട്. കോടതി പ്രത്യേക രേഖകളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. റഹീമിൻ്റെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങൾക്ക് റഹീമിൻ്റെ മറുപടിയായിരുന്നു കോടതി ആവശ്യപ്പെട്ടിരുന്നത്. അത് കൃത്യമായി തന്നെ കഴിഞ്ഞ സിറ്റിങ്ങിന് മുമ്പായി നമ്മുടെ അഭിഭാഷകർ ആ കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. അത് കോടതിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് സിറ്റിംഗ് നടന്നത്. മറ്റ് രേഖകളൊന്നും നമ്മൾ നൽകാനുണ്ടായിരുന്നില്ല. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഫറൂഖിലേക്ക് ഇദ്ദേഹം വന്നു കയറുന്നൊരു ദിവസമാണ് നമ്മൾ എല്ലാവരുടെയും സ്വപ്നം. അപ്പോൾ എന്തൊക്കെയാണ് സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കാനുള്ള ആദ്യ പടിയാകുമോ? വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് കേസ് സൗദിയിലെ ക്രിമിനൽ കോടതി പരിഗണിക്കുമ്പോൾ ശുഭപ്രതീക്ഷയിലാണ് റഹീമിന്റെ കുടുംബം, റഹീമിന്റെ നാട്ടുകാർ, റഹീം നിയമസഹായ സമിതി, അതിലുപരി നമ്മളെല്ലാവരും ഇന്ന് റഹീമിന്റെ ആ മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. രാവിലെ നമ്മൾ റഹീം നിയമസഹായ സമിതിയുമായി സംസാരിച്ചപ്പോൾ ഇന്ന് ആ ശുഭവാർത്ത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ സമയം ഉച്ചശേഷം 3 മണിക്കാണ് കേസ് പരിഗണിക്കുന്നത്. 3 മണിക്ക് കേസ് പരിഗണിച്ചാൽ ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ ഈ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം എന്താകും നടപടി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും. ജൂലൈ 4-ലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അബ്ദുൾ റഹീമിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് കോടതി ഉത്തരവ് പുറത്തിറക്കിയത്. അതിനുശേഷം 3 തവണയാണ് കേസ് പരിഗണിച്ചത്. അപ്പോഴെല്ലാം സാങ്കേതിക കാരണങ്ങളാൽ ഈ കേസ് മാറ്റിവെക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ 4 ദിവസം മുമ്പ് കേസ് പരിഗണിച്ചിരുന്നു. അന്ന് പ്രോസിക്യൂഷൻ ചില രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു. ആ രേഖകൾ കഴിഞ്ഞ ദിവസം റഹീമും റഹീമിന്റെ അഭിഭാഷകരും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ മറ്റ് പ്രതിസന്ധികളില്ല എന്ന് റഹീം നിയമസഹായ സമിതി ഉറപ്പിച്ചു പറയുന്നു. അതുകൊണ്ട് മറ്റ് പ്രതിസന്ധികൾ ഉണ്ടാവാത്തതിനാൽ മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന് പറയുന്നു. ഇന്ന് ഉത്തരവ് ഉണ്ടാവുകയാണെങ്കിൽ മേൽക്കോടതി ഇത് അംഗീകരിക്കണം. ആ നടപടികൾക്ക് ശേഷം പരമാവധി 1 മാസത്തിനുള്ളിൽ റഹീം കടൽ കടന്ന് നമ്മുടെ കോഴിക്കോടേക്ക്, ഫറൂഖിലേക്ക് ആ ഉമ്മയെ കാണാൻ, നമ്മളെ എല്ലാവരെയും കാണാൻ റഹീം മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിലാണുള്ളത്. ആ ശുഭവാർത്തയ്ക്കായി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു. താങ്ക് യു. എന്തായാലും റിയാദിലെ കോടതിയിൽ ഇന്ന് നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ മോചനം സാധ്യമാകും എന്നാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ. 45 കോടി രൂപയോളം ലോകമെമ്പാടുമുള്ള മലയാളികളും മറ്റുള്ളവരും നമ്മളെ പിരിച്ചെടുത്തു. നമ്മൾ മാത്രമല്ല, അദ്ദേഹത്തിന് 34 കോടി രൂപ ദയാനിധിയായിട്ട് കൊടുത്തു കഴിഞ്ഞു. എന്തായാലും കരിപ്പൂർ വിമാനമിറങ്ങി മകൻ വരുന്നതും കാത്തൊരു ഉമ്മ ഫറൂഖിലുണ്ട്. ആ ഉമ്മയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വന്നു കഴിഞ്ഞു. കാരണം ഉമ്മ അവിടെ പോയി മകനെ കണ്ടിരുന്നു. കാര്യങ്ങളൊക്കെ ഉമ്മയ്ക്ക് നേരിട്ട് മനസ്സിലാവുകയും ചെയ്തു. ആ അമ്മയുടെ കണ്ണീര് തോരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.